ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ഇന്ദ്രനും അനുപമയും കൂടെ കോടതിയിൽ നിന്ന് നമ്മുടെ സുശീലയെ അറിയാതെ പുറത്ത് ചാടുകയാണ് കേട്ടോ. ആണെങ്കിൽ അവരൊരു ടാക്സിയൊക്കെ സംഘടിപ്പിച്ചിട്ട് നല്ല അടിച്ചുപൊളി ഒരു ട്രിപ്പിനായിട്ട് പോവുകയാണ്. സുശീലയാണെങ്കിലോ ആകെ പോയില്ലേ, മോനും മരുമോളും കൂടി പിരിയുന്നത് കണ്ട് സന്തോഷിച്ച് ബിരിയാണി തിന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് വന്ന സുശീലയ്ക്ക് എന്തായി, ആകെ പണി കിട്ടിയതായിപ്പോയി. അനുപമയും ഇന്ദ്രനും ചേർന്ന് നല്ല 8ന്റെ പണി തന്നെയാണ് സുശീലയ്ക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇത്ര നാളും അമ്മയുടെ സാരി തുമ്പിൽ പിടിച്ച് നടന്നിരുന്ന ഇന്ദ്രന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അമ്മ കാരണമാണ് തനിക്ക് കിട്ടിയിരുന്ന ഈ നല്ലൊരു ജീവിതം ഇപ്പോൾ കൈവിട്ട് പോകുന്ന അവസ്ഥയിലെത്തിയത്. തൻ്റെ ജീവിതത്തിൽ അമ്മ പറയുന്നത് കേട്ട് നടന്നാൽ ഒരിക്കലും തനിക്ക് സന്തോഷവും സമാധാനവും നല്ലൊരു കുടുംബജീവിതവും ഉണ്ടാവില്ല എന്നുള്ള സത്യം ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത്ര കാലം അമ്മ എന്നെ ഉപയോഗിച്ച് ജീവിച്ചില്ലേ, ഇനി അമ്മ തനിച്ച് ജീവിക്കട്ടെ, ഞാൻ എൻ്റെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കട്ടെ എന്ന് അനുപമയോട് ഇന്ദ്രൻ പറയുക തന്നെയാണ് ചെയ്തത്. അങ്ങനെ എന്തായാലും അവർ 2 ദിവസത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും അടിപൊളിയായിട്ടുള്ള പർച്ചേസിങ്ങും ഭക്ഷണവും ഒക്കെ കഴിച്ച് അവർ നല്ലൊരു ഹോട്ടലിലൊക്കെ റൂം എടുത്ത് അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ഹണിമൂൺ ആഘോഷിക്കുന്നതെന്ന് തോന്നും. അങ്ങനെ അനുവും ഇന്ദ്രനും മകനും മാത്രമുള്ള അവരുടേത് മാത്രമായ ഒരു സ്വകാര്യ നിമിഷങ്ങളിലാണ് അവർ തിരിച്ചറിയുന്നത് എത്രമാത്രം വർഷങ്ങളാണ് അവർ വെറുതെ കളഞ്ഞത്, എത്രമാത്രം നല്ല നിമിഷങ്ങൾ അവർക്ക് ഉണ്ടാവുമായിരുന്നു. ഈ സുശീലയുടെ സാരിത്തുമ്പ് തൂങ്ങി നടന്നില്ലായിരുന്നെങ്കിൽ തനിക്ക് കിട്ടിയിരുന്ന ഈ ജീവിതം മുഴുവൻ ഇതുപോലെ ആഘോഷിച്ച് ജീവിക്കാമായിരുന്നല്ലോ എന്നെല്ലാം ഇന്ദ്രനും അവിടെ തിരിച്ചറിയാം കേട്ടോ. ഇനി ഒരിക്കലും ഈ ജീവിതത്തിൽ നിന്നൊരു എന്താ പറയുക തിരിഞ്ഞുപോക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെ ഇന്ദ്രനും അവിടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ കിട്ടിയ ഈ ഒരു 2 ദിവസം അവർ മാക്സിമം എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ഇതേ സമയത്ത് സുശീലയാണെങ്കിലോ തിരികെ വീട്ടിലേക്ക് വന്ന് കയറിയ സുശീലയുടെ മുഖം കണ്ടപ്പോൾ തന്നെ സോനയ്ക്ക് കാര്യം മനസ്സിലായിണ്. എന്തോ അമ്മ പ്രതീക്ഷിച്ച കാര്യമല്ല നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാവട്ടെ സുശീലയ്ക്ക് ആടെന്ന് കിടന്ന് തുള്ളുകയാണ് കേട്ടോ. എടി, അവളില്ലേ നിൻ്റെ ഏടത്തിയമ്മ, അവൾ എൻ്റെ മോനെയും വശീകരിച്ച് പോയടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഉറഞ്ഞ് തുള്ളു കേട്ടോ. പക്ഷേ എന്നെ തോൽപ്പിച്ച് അങ്ങനെ എൻ്റെ മോനെയും കൊണ്ട് പോവാന്നേ അവൾ വിചാരിക്കേണ്ടെന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും സത്യനും അതേപോലെ തന്നെ ശ്യാമിനും ഒക്കെ ഇത് കേട്ടിട്ട് വലിയ സന്തോഷമാണ് ഉണ്ടായത്. അമ്മ ഇത്രമാത്രം അവർ ഒരിക്കലും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ അമ്മ ചെയ്തു കൂട്ടി. എന്നിട്ടും ഏട്ടനും ഏടത്തെയും കൂടി അമ്മ അറിയാതെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു തുടക്കമാണ്, അവരുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. അത് കേട്ടതും സുശീല അവിടെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. കാര്യങ്ങളെല്ലാം തൻ്റെ കൈവിട്ട് പോവുമല്ലോ എന്ന് ഓർത്തിട്ട് സുശീലയ്ക്ക് ഒരു സ്വസ്ഥതയില്ല കേട്ടോ. സുശീലയാണെങ്കിലോ ഇന്ദ്രനെ അന്വേഷിച്ച് ഇറങ്ങാനൊക്കെ പുറപ്പെടുന്നുണ്ട്. എവിടെ അന്വേഷിച്ചിട്ടു ഇന്ദ്രൻ എവിടെ കിട്ടാനാ. അങ്ങനെ സുശീല രണ്ടും കൽപ്പിച്ച് പിന്നീട് പോകാൻ പോകുന്നത് അനന്തമാഷിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അനന്തമാഷിൻ്റെ അടുത്ത് പോയിട്ട് അനന്തമാഷിനെതിരെ മണ്ണെറിഞ്ഞും കമ്പടിച്ചും ഒക്കെ ശബ്ദം അല്ലെങ്കിൽ ശാപവാക്കുകളൊക്കെ പറയാറാണല്ലോ സുശീല പൊതുവേ. തോറ്റോണ്ടിരിക്കുമ്പോൾ സുശീല ചെയ്യുന്ന അവസാനത്തെ കളികളാണല്ലോ ഇതെല്ലാം. ഇതേ സമയത്ത് അനുപമയും ഇന്ദ്രനും കൂടി ഹോട്ടലിൽ റൂം എടുത്തു. വിച്ചുമോനും അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെയുള്ള കിട്ടിയ സുന്ദര നിമിഷങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ജീവിതം അവർ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇത്ര വർഷവും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു നല്ല ജീവിതത്തിൽ അവർ അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ. സുശീല ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇടങ്കോലിടാൻ വന്നില്ലായിരുന്നെങ്കിൽ തങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെ കൂടിയ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും നയിക്കുന്നത് എന്ന്, ഒരു കുടുംബജീവിതമായിരിക്കും തങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള എല്ലാം ഇന്ദ്രനും അനുപമയും അവിടെ തിരിച്ചറിയുകയാണ് കേട്ടോ. എന്നും തങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇതേ സമയത്ത് അനന്തമാഷിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്ന നമ്മുടെ സുശീല അനന്തമാഷിനോട് പറയുന്ന വാക്കുകളൊക്കെ വളരെയധികം അനന്തമാഷിനെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു കേട്ടോ. മറ്റൊരു പെണ്ണുമായിട്ട് വിവാഹം ഉറപ്പിക്കാൻ പോകുന്ന തൻ്റെ മകൻ്റെ കൂടെ നിങ്ങളുടെ മകളെ ഇങ്ങനെ ഒളിച്ചോടാൻ വിട്ടതിന് പകരം നിങ്ങൾക്ക് വല്ല ചന്തയിലും നിങ്ങളുടെ മകളെ വിൽക്കാൻ കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്നുള്ള തരത്തിലൊക്കെയാണ് ചോദിക്കുന്നത്. അതെല്ലാം കേട്ട് അനന്തമാഷി, സുശീലേ വായടക്ക്, എൻ്റെ മോള് പോയിരിക്കുന്നത് അന്യപുരുഷന്മാരുടെ കൂടെയല്ല, അവളുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ്, അതും എന്നെ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടാണ് പോയതെന്ന് പറയാം കേട്ടോ. പിന്നെ നിങ്ങളുടെ മോൻ നിങ്ങളെ വിളിച്ച് അനുവാദം ചോദിക്കാതെ പോയിട്ടുണ്ടെങ്കിലേ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. മോന് താല്പര്യമില്ലാതെ അവനെ വിവാഹബന്ധം വേർപിരിക്കാനും വേറെ വിവാഹം കഴിപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്. അതിൽ നിങ്ങളെ മോന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലേ അവനിങ്ങനെ മുൻ ഭാര്യയും കൊണ്ട് ഒളിച്ചോടില്ലായിരുന്നല്ലോ എന്നെല്ലാം അമ്പിളിയും പറയുന്നുണ്ട് കേട്ടോ.
അതിൽ സുശീല ഏ അങ്ങനെ ഇപ്പോൾ അവരെ രണ്ടുപേരെയും ഒന്നിക്കാതെ നിങ്ങൾ ആരും ഒന്നിപ്പിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട, അതൊരിക്കലും നടക്കില്ല. എന്നിട്ട് ആ മുറ്റത്ത് കിടന്ന് ഒരു കമ്പെടുത്തിട്ട് അങ്ങോട്ട് മുറിക്കാൻ കേട്ടോ. കണ്ടോ ഈ ഒടിഞ്ഞ കമ്പ് കണ്ടില്ലേ, ഇതുപോലെ മുറിഞ്ഞു പോയ ബന്ധം അവരുടേത്. ഈ കമ്പിനി ഒരിക്കലും ഒട്ടില്ല. അതുപോലെ തന്നെയാണ് ഇന്ദ്രനും അനു ഇനി ഒരിക്കലും ഒന്നാവുകയില്ല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് സുശീല അവിടുന്ന് പോവാണ് കേട്ടോ. അനന്തമാഷിന് ഇതൊക്കെ വലിയ ടെൻഷൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് കേട്ടിട്ട് ചിലങ്കയാണെങ്കിലും അമ്പിളിയാണെങ്കിലും പറയാം, ഇന്ദ്രനും അനുവും ഒന്നിച്ച് ജീവിക്കുന്നതിന് ഇവർക്ക് എന്താണാവോ ഇത്ര വലിയ പ്രശ്നം. അനുപമ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ഇവരോട് ചെയ്തിട്ടില്ല. എന്നിട്ട് അവരെന്തിനാണ് അനുപമയെ ഇങ്ങനെ ദ്രോഹിക്കാൻ നടക്കുന്നതെന്ന് അനന്തമാഷും പറയാം കേട്ടോ. ഇന്ദ്രൻ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അച്ഛാ. അതുകൊണ്ടല്ലേ സുശീല ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടം വരെ ഡിവോഴ്സ് വരെ എത്തിച്ചിട്ടും ഇന്ദ്രൻ അനുപമയും കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവർക്ക് അനുപമയ്ക്കും ഇന്ദ്രനും വിച്ചുകൂട്ടനും നല്ലൊരു ജീവിതം ഉണ്ടാവും അച്ഛാ. ഇനി എന്തായാലും ഇന്ദ്രൻ സുശീലയുടെ വാക്ക് കേട്ട് ഒന്നിനും ഇറങ്ങി പുറപ്പെടില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയാം കേട്ടോ. എല്ലാം നല്ലതുപോലെ നടക്കണമെന്നാണ് അനന്തമാഷും പ്രാർത്ഥിക്കുന്നത്. ഇതേ സമയത്ത് ഇന്ദ്രനും അനുപമയും പിന്നീട് ഹോട്ടൽ റൂമിലാണ്. രാത്രിയാവുകയാണല്ലോ. ആ സമയത്ത് അവർ കിടന്നിങ്ങനെ സംസാരിക്കുകയൊക്കെയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അനുപമ പറയാണ്, ഇന്ദ്രേട്ടൻ ഫോണും കൂടെ ഓഫ് ചെയ്തുകൊണ്ടും കോടതിയിൽ ഹാജരാകാത്തതുകൊണ്ടും അമ്മ ആകെ കലി പൂത്ത് ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇപ്പം ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലായിരിക്കും. ഇന്ദ്രേട്ടന് വിഷമമുണ്ടോ, പോകുന്നത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ അനുപമ ചോദിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതിരുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോഴാണ് ഞാൻ ഉറച്ച് ഒരു തീരുമാനം എടുത്തത്. ഞാനിപ്പോൾ അതോർത്തല്ല ടെൻഷൻ ആവുന്നതെന്ന് പറയാട്ടോ. പിന്നെ എന്താണെന്ന് അനുപമ ചോദിച്ചപ്പോൾ അമ്മ ഇനി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ അനുപമ പറഞ്ഞു, അതെന്തായാലും അമ്മ ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അമ്മ ശപിക്കുകയും എന്താ പറയുക, അമ്മയ്ക്ക് വായി തോന്നുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാനുള്ള ഒരു വസ്തു ആയിട്ടാണ് അമ്മ എൻ്റെ അച്ഛനെയും കുടുംബത്തെയും കാണുന്നതെന്ന് അനുപമ പറയാം കേട്ടോ. അമ്മ എന്താ നമ്മളിങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ അനുവാദിക്കാത്തതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അമ്മയെ എനിക്ക് എതിർക്കാൻ കഴിയാതെ ഇരുന്നിട്ട് കൂടി അമ്മ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങൾക്കും കൂട്ട് നിൽക്കേണ്ടി വന്നൊരു ഹതഭാഗ്യനായ മകനായിപ്പോയി. അമ്മയോട് എനിക്ക് ഇത്രമാത്രം സ്നേഹം ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടും അമ്മ എന്താ തിരിച്ച് എൻ്റെ മനസ്സ് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അനു എന്നൊക്കെ ഇന്ദ്രൻ പറയാം കേട്ടോ. ഇന്ദ്രൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ കാണുമ്പോൾ അമ്മയോടുള്ള സ്നേഹവും അതേപോലെ ഭാര്യേൻ്റെയും മകൻ്റെയും കൂടെ ജീവിക്കാനുള്ള ആഗ്രഹവും ഇതിനെല്ലാം തടസ്സമായിട്ട് താൻ എത്രമാത്രം സ്നേഹിക്കുന്ന അമ്മ അതിനെതിരെ നിൽക്കുമ്പോൾ ഇന്ദ്രൻ അനുഭവിക്കുന്ന ആ മാനസിക പ്രയാസമെല്ലാം അനുപമ അവിടെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അമ്മയുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അമ്മ പറയുന്നത് കേട്ട് നിന്നാൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയായി പോകുന്നുള്ള രീതിയിലൊക്കെ ഇന്ദ്രൻ പറയാം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്ദ്രനും അനുപമയും അവിടെ ഒന്നിക്കുകയാണ് കേട്ടോ. അവർ വീണ്ടും എന്നല്ല, അവരിപ്പോഴാണ് ഇനിയാണ് ജീവിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. ഇത് അവരുടെ കഥയാണ്. അവരാണ് ഇതിലെ നായികയും നായകനും. ഇനിയാണ് അവരുടെ ആ ഒരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഇവിടെ നിന്നാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. സുശീലയാണെങ്കിലോ, സുശീലയ്ക്ക് എവിടെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ഇന്ദ്രനും അനുപമയും ഇപ്പോൾ എന്തായിരിക്കും, അവർ വണ്ടിയിൽ പോകുന്നതും അവരിനി ഒന്നിക്കോ എന്നൊക്കെയുള്ള ഭയമാണ് കേട്ടോ സുശീലയുടെ മനസ്സിൽ. എന്ത് വില കൊടുത്തിട്ടാലും അവരെ പിരിക്കണം എന്നുള്ള ഉഗ്ര ശബ്ദമാണ് നമ്മുടെ സുശീല എടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി സുശീലയുടെ ഒരു തന്ത്രത്തിലും മന്ത്രത്തിലും ഇന്ദ്രനും അനുപമയും വീഴില്ല. അമ്മയുടെ വാക്കൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഈ നാട്ടിലേക്ക് തന്നെ ഇന്ദ്രൻ അനുപമയും കൂട്ടി തിരിച്ചു വരികയും സുശീലയുടെ കൺമുന്നിൽ തന്നെ സന്തോഷകരമായ ഒരു ജീവിതം അവർ ജീവിക്കുകയും ചെയ്യും. ഇനിയാണ് സുശീല മകനെ തിരിച്ചറിയാൻ പോകുന്നതും യഥാർത്ഥത്തിൽ. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.